ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവേടികളുടെ പാതാരവിന്ദം നമസ്കരിച്ചു. ആചാര്യന്മാരെ വണങ്ങിയും ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ഇന്ന് ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ മഹാസമാധി ദിനമാണ്. 29 ജൂലൈ 1950 കർക്കിടകം 13-ാം തീയതിയാണ് ഭഗവാൻ മഹാസമാധിയാവുന്നത്. ഇന്ന് തികച്ചും ഭഗവത് ചിന്തകളുമായി കടന്നു പോകുന്ന ഈ ദിവസം വളരെ ശാന്തവും വളരെ മൗനവുമായി അനുഭവപ്പെടുന്നു. ഒരു കടിഞ്ഞൂൽ ബന്ധം വിട്ടുപോകുന്നതിനേക്കാട്ടിലും ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നുവെന്ന് ഭഗവാൻ ജീവിച്ചിരുന്ന സമയത്ത് അടിയങ്ങളുടെ പിതാക്കളായ ആത്മാക്കളിൽ നിന്നും അടിയൻ ധാരാളം കേട്ടിട്ടുണ്ട്. ആ ദിവസം ആരും നനച്ചിരുന്നില്ല. ഭഗവാന്റെ ആയുസ് 67 വയസ്സ് വരെയാണ്. എന്നാൽ ഭക്തജനങ്ങൾക്ക് ആ തിരുമൊഴി കേൾക്കുവാനും സന്യാസി വൃന്ദങ്ങൾക്ക് ആ തിരുമൊഴി കേൾക്കുവാനും 2 ആചാര്യന്മാർ പകരമായി കടന്നുപോയതും ഈ അവസരം ഓർക്കുന്നു. ആ ആചാര്യന്മാർ പത്മാനന്ദ സ്വാമികളും ദിവാകര സ്വാമികളുമാകുന്നു. 2 ആചാര്യന്മാർ കടന്നുപോയിക്കൊണ്ട് ഭഗവാന് 2 വർഷം കൂടെ നീട്ടിക്കൊണ്ട് 69 വയസ്സായി ഭഗവാന്റെ ആയുസ്. ഭഗവാൻ കടന്നു പോകുന്നതിന് മുമ്പായി ഒരു ഞായറാഴ്ച ദിവസമാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നത്. ആ ദിവസം അടിയൻ്റെ വെല്ലിച്ചനും കൂടിയായ മുൻ കർമ്മകർത്താവ് ധർമാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ അവിടെ എത്തിയിരുന്നു. എല്ലാ ഭക്തജനങ്ങളും ഭഗവാനെ വന്ന് കണ്ട് കേട്ട് മടങ്ങുന്നുണ്ടായിരുന്നു. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അവലോസ് പൊടി. അതെല്ലാം ഭക്തജനങ്ങൾ കൊണ്ട് നൽകുകയും ആ കാർ നീങ്ങുമ്പോൾ ഭഗവാന്റെ വളർത്തുനായായ ഗോപിപ്പെട്ടി അതിൻ്റെ പുറകെ സഞ്ചരിച്ചതും എല്ലാം ഈ ദിവസം ഓർത്തുകൊള്ളട്ടെ. ഭഗവാൻ സമാധിയാകുന്നത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചാണ്. അടിയൻ്റെ മാതാവായ ഡോക്ടർ MK ഗൗരിക്കുട്ടിക്ക് ആ ആശുപത്രിയുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുവാൻ സാധിക്കുകയുണ്ടായി. ആ സമയങ്ങളിൽ ആ ആശുപത്രിയുടെ അകത്തുകൂടെ നടക്കുമ്പോൾ അതിൻ്റെ ക്യാൻറ്റീനിലേക്ക് നടന്നു പോകുന്ന പാതയിൽ ഭഗവാൻ കിടന്നതായ 17-ാം നമ്പർ വാർഡ് അടിയനെ കാണിച്ചത് ഈ അവസരം ഓർക്കുന്നു. അത് വളരെ നാളുകളിലും അത് അവിടെ ഉണ്ടായിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് അടിയന് സംശയമുണ്ട്. ഭഗവാൻ കടന്നുപോയ ആ വാർഡും തിരികെ ഭഗവാന്റെ ഭൗതിക ശരീരം ഒരു ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അന്നത്തെ കാലത്ത് അത് വളരെ ഒരു ആദരം തന്നെയായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിലാണ് മാവേലിക്കരയിൽ എത്തിക്കുന്നതും ശേഷം സമാധിയിരുത്തുന്നതും. ഒന്നുകൂടി ഈ അവസരം ഓർത്തുകൊള്ളട്ടെ. ഭഗവാന്റെ പ്രതിപുരുഷനായ പരുമല ഭക്തൻ എന്നറിയപ്പെടുന്നിരുന്ന ശക്തൻ തിരുമേനി, അദ്ദേഹം ഈ വിയോഗം അറിയാതെ കവിയൂരെത്തിയതും അടിയൻ ഈ അവസരം ഓർത്തുകൊള്ളുന്നു. ഒരാഴ്ചയോ മറ്റോ കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. അദ്ദേഹം നെഞ്ചത്തിടിച്ച് കരയുകയും എത്രയും പെട്ടെന്ന് സമാധിയിലേക്ക് പോകേണ്ട സാഹചര്യവും പറയുന്നു. വണ്ടിക്കൂലിയില്ലാതെ വിഷമിക്കുന്നതും അടിയൻ ഈ അവസരം ഓർക്കുന്നു. ആ സമയത്ത് അന്ന് കവിയൂർ നിലനിന്നിരുന്ന ഓല കെട്ടിയ ആശ്രമത്തിൽ എവിടെയോ ദക്ഷിണ വെച്ചിരുന്ന പൈസ ആ മേൽക്കൂരയിൽ നിന്ന് അടിയൻ്റെ അപ്പൂപ്പനായ രാമഭക്തൻ എടുത്തു കൊടുത്ത് അദ്ദേഹം ആ സമാധി സന്നിധാനത്തിലേക്ക് ഓടിയെത്തുന്നതും ഈ അവസരം ഓർക്കുന്നു. ഭഗവാൻ കടന്നു പോകുന്നതിന് മുമ്പായി തൻ്റെ അരികിൽ നിന്നിരുന്ന ഭജനമ്മ, പാർവതി അമ്മച്ചി, ദീർഘസ്വാമികളെല്ലാം ആ സമയം എത്തിയിരുന്നു. അവരോടെല്ലാമായിട്ട് പറഞ്ഞു, 10 പേരെങ്കിലും പരിശുദ്ധരായി കിട്ടിയാൽ അത് എത്രയോ ഭാഗ്യമായി എന്ന കീർത്തനം ചൊല്ലുവാൻ ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ അത് പാടുകയും അവരേറ്റു ചൊല്ലുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ കീർത്തനം ചൊല്ലിത്തീർന്നു. അത് കഴിഞ്ഞും ഭജനമ്മ ആ കീർത്തനം എല്ലാവരും കണ്ണടച്ച് ചൊല്ലിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോഴാണ് ഡോക്ടർ വന്ന് അറിയിക്കുന്നത് ഭഗവാൻ സമാധിയായെന്ന ആ വാസ്തവം. അത് അവർക്കാർക്കും ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നതല്ല. അത് ഉണ്ടാക്കിയ ഒരു അനാഥത്വം വളരെ ഏറെയാണ്. അതിൽ നിന്നും കരേറി വന്ന ആത്മബോധോദയ സംഘം, ആ ആത്മബോധയ സംഘത്തിൻ്റെ അണികൾ ഇന്നും പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ ദിവസം ഈ ഒരു കീർത്തനം നമ്മുടെ
മനസ്സിനോട് ചേർത്ത് വെക്കാം. 10 പേരെങ്കിലും പരിശുദ്ധരായി കിട്ടിയാൽ എത്രയോ ഭാഗ്യമായി. നമ്മൾ അങ്ങനെ ഒരാളാണോ എന്നുള്ള വിചിന്തനത്തോടെ ഈ മഹാസമാധി തൊട്ട് ആ സ്തുതി 41 ദിവസത്തെ സ്തുതിയും ഈ ഭഗവാന്റെ ആദർശം ഏഴകളും അന്മേനികളുമായ അടിയങ്ങൾക്ക് ലോകമെമ്പാടും പടർത്തുവാനും അറിയിക്കുവാനുമുള്ള ശക്തി തരണമേ എന്ന പ്രാർത്ഥനയോടെ അടിയന്റെ ഈ വാക്കുകൾ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.